എം ടി സാർ, ഇന്നിപ്പോ ദാവീദ് റിലീസ് ആയിരിക്കുകയാണ്. ദാവീദ് എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി ബോക്സിംഗ് പഠിച്ച് നമുക്കതിന്റെ ഒഫീഷ്യലി അതിന്റെ ഒരു പ്രൊഫഷണൽ ബോക്സിംഗ് ഇറങ്ങാനുള്ള ലൈസൻസ് കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ പ്രൊഫഷണൽ ബോക്സർ ആയിരിക്കുകയാണ്, ആക്ടർ മാത്രമല്ല. എന്തായാലും ദാവീദ് എന്നുള്ള പടം ഹിറ്റാണ്. ഇനിയും അല്ലേ ഒരു നമ്പർ കളക്ഷനിലോട്ട് പോട്ടെ, അതാണല്ലോ നമുക്ക് വേണ്ടത്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഇഷ്ടംപോലെ ഹിറ്റുകൾ ഉണ്ടാവട്ടെ. താങ്ക് യു. ലിജുമോളോട് തന്നെയായി പോയല്ലോ. അതെ, തന്നെയായി ലിജുമോളെ വിളിക്കാം. പ്ലീസ്. ബാക്ക് ടു ബാക്ക് ഹിറ്റുമായി വരാൻ പോവുകയാണ് ലിജോ മോൾ. ഇപ്പൊ പൊന്മാൻ ഹിറ്റായി തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തത് നമ്മുടെ ദാവീദ്. അപ്പൊ ദാവീദ് ഇതേപോലെ തന്നെ വമ്പൻ വിജയമാവട്ടെ. അപ്പോ പെപ്പയ്ക്ക് എന്തായാലും നമ്മൾ ബോക്സിംഗ് പ്രൊഫഷണൽ ബോക്സർ എന്നുള്ളൊരു ലേബലൊക്കെ കിട്ടിയതല്ലേ. അപ്പൊ ഒരു ചെറിയൊരു ആഗ്രഹം ഇവിടുത്തെ പിള്ളേർക്കാണ് ആഗ്രഹം. ബോക്സിംഗ് റിംഗിൽ ഡെയിനെ നേരിടാൻ പെപ്പ തയ്യാറാണോ എന്നാണ് പലരും ചോദിക്കുന്നത്. പ്രൊഫഷണൽ ബോക്സർ ആയ നിലയിൽ നമ്മുടെ ഒരു ആഗ്രഹമാണ് ആദ്യത്തെ ഇടി ഞാൻ പ്രൊഫഷണൽ ബോക്സർ അല്ലെങ്കിൽ എനിക്ക് ഒരു പ്രൊഫഷണൽ വായ നോക്കി പ്രശ്നം ഞാനായിരുന്നല്ലോ. എങ്ങനെയുണ്ട്? നമ്മുടെ ദേവതീർത്ഥനെ മറ്റേ ലൗലി തേച്ച പോലെയാണ് ഓരോരുത്തരും ഒന്ന് തേച്ചു. സത്യം. അപ്പൊ എന്തായാലും എല്ലാവരും ഒരേ സ്വരത്തിൽ ചോദിക്കുന്നു, ഡെയിനെ വെല്ലുവിളിക്കാൻ അല്ലെങ്കിൽ ഡെയിനെ നേരിടാൻ തയ്യാറാണോ പ്രൊഫഷണൽ ബോക്സർ എന്ന ആന്റണി വർഗീസ് പെപ്പെ? നിന്നെ നേരിടാനായിട്ട് ഞാൻ ഇതുവരെ വളർന്നില്ല, അതുകൊണ്ട് ഞാൻ ലിജോ മോളെ ഞാൻ ടെക്നിക്കാണോ പറഞ്ഞു കൊടുക്കുന്നത്? ഇതൊന്നിട്ടിട്ട് കാര്യമൊന്നുമില്ല, ഇടി മൂക്കി കിട്ടുമ്പോഴത്തേക്ക്. അത് വേറെ ഒന്നുമല്ല, ഇതുവരെ ഒരു 1 സെക്കൻഡ് ചേച്ചി മുഖത്ത് മതി, മിണ്ടരുത് കുറച്ചു നേരത്തേക്ക്, അതാ നമുക്ക് വേണ്ടത്. ഇതിന് പുഷപ്പ് എടുത്തിട്ട് എന്താ കാര്യം? ബോക്സിങ്ങിന് പുഷപ്പൊക്കെ എടുത്തിട്ട് നിൽക്കുന്ന എടുത്തോ കുഴപ്പമില്ല. അയ്യോ പ്രേതം കയറിയതാ. റെഡിയാണോ? കൈമാറ്റം പഠിക്കോ? അപ്പൊ ബോക്സ് കഥാപാത്രമായി കണ്ട ഇളകി കൊണ്ടു സുഖല്ലേ? ഇത് എവിടെ? ഇത് കൊണ്ടുവന്നേരം 10 ആർട്ടുകാരുണ്ടായിരുന്നല്ലോ ഇവിടെ. ഒരുപാടത്തെ ഇങ്ങനത്തെ ഒരു കണ്ടന്റ് നമുക്ക് വേണ്ട. ഇങ്ങനെ ഒരു കണ്ടന്റ് നമുക്ക് വേണ്ട. ഞങ്ങൾക്ക് ഒരു കൗള് വീങ്ങിയ പോലെ. അപ്പൊ ഈ ഒരു പഞ്ച് തിയേറ്ററിൽ ഉണ്ടാവട്ടെ കേട്ടോ, ഈ ഒരു പവർ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ പഞ്ച്. അതെ, ഇച്ചിരി സെന്റിമെന്റ്സ് ഉണ്ടാക്കാനാ കേട്ടോ. ആരുടെ അടുത്ത് അടി കിട്ടി എന്നൊക്കെ അതല്ല അവന്റെ വിഷമം. ഒരു സൈഡിൽ അടിച്ചപ്പോ ഒരു കവള് മാത്രം വീർത്തുന്നു. ഇഷ്ടപ്പെട്ടു. മറ്റേ സൈഡും കൂടെ ഒരു ലെവലാക്കാൻ. ഇത് കുറച്ച് സ്ട്രോങ്ങാ. കൊടു ഈശ്വര. ഇപ്പൊ എന്തായാലും ദാവീദിന് എല്ലാവിധ ആശംസകളും. ഒരുപാട് സന്തോഷം നമ്മുടെ ടോപ്പ് സിംഗറിൽ ഈ ഒരു ദിവസം നമ്മുടെ കൂടെ ചേർന്ന് നമ്മൾ അടിച്ചു പൊളിച്ചു, പാട്ടുകളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പൊ എം ജി സാർ, ഗുഡ് ലക്ക്. എന്തായാലും പടം വിജയിച്ചു. ഇനി എന്താ പറയുന്നത്, ഇനി വരുന്ന പ്രോജക്റ്റുകളെല്ലാം തന്നെ ഒരു പൂർണ്ണ വിജയമാകട്ടെ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.